ഇന്ന് ഞാനിവിടെ ബ്രോക്കോളി വെച്ച് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് ബ്രോക്കോളി വാങ്ങിക്കുമ്പോൾ വിചാരിക്കും എന്താണ് ഉണ്ടാക്കുന്നത്, അങ്ങനെ എനിക്ക് ചുമ്മാ ഇന്ന് തോരൻ ഉണ്ടാക്കി നോക്കി കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ബ്രോക്കോളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴുകാനിടുവാണേ. കട്ട് ചെയ്തത് വിനാഗിരി ഉപ്പും കൂടെ ഉള്ള വെള്ളത്തിലോട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ വിഷാംശം ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും. പിന്നെ അതിന് വേണ്ടി ഒരു സവാള, പച്ചമുളക്, കറിവേപ്പില തോരന് വേണ്ടിയുള്ളതാണ്. അപ്പം സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. 1, 2, 3 എത്രയാണെന്ന് വെച്ചു. ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ സവാള കുറച്ചെടുത്തിട്ടു കേട്ടോ. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടുന്നു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അത് ആദ്യം കുറച്ച് ഉപ്പ് ഒഴിച്ച് നിന്ന് വഴണ്ടതിന് ശേഷം ബ്രോക്കോളി ഇട്ട് കൊടുക്കുക. ബ്രോക്കോളി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ആവിയിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്നൊന്ന് ആവി കയറുമ്പോഴത്തേക്ക് വെന്തിട്ടും ബ്രോക്കോളി. പിന്നെ ലാസ്റ്റിൽ നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ അരപ്പായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് വയ്ക്കുക, ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ അടച്ചു വെച്ച് വേവിക്കുകയാണ് ആവിയിൽ. ബ്രോക്കോളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുവാണേ. തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിരിക്കും. ഉപ്പൊക്കെ പരുവത്തിനുണ്ടോ നോക്കണേ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമന്റ് ഇടണം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ തോരൻ റെഡി ആയിരിക്കുന്നുണ്ട്, ബ്രോക്കോളിയുടെ തോരൻ.